പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ കൃത്യത്തിൽ പങ്കാളികളായ 200 പേരെയെങ്കിലും അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായുള്ള പ്രതിപ്പട്ടിക പോലീസ് അതിവേഗം തയ്യാറാക്കി വരികയാണ്. അതിനിടെ കേസിൽ അറസ്റ്റിലായ 5 മുഖ്യപ്രതികളുടെ ജാമ്യ ഹർജി കോടതി കർശന നിലപാടുകളോടെ തള്ളിയതോടെ സമരത്തിനെത്തിയ പല CPM പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. അറസ്റ്റ് ഭയന്ന് പ്രാദേശിക നേതാക്കളടക്കം മാറിയത് പാർട്ടി കേന്ദ്രങ്ങളെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കേസിൽ ആദ്യം അറസ്റ്റിലായ CPM പ്രവർത്തകരായ ശ്രീജിത്ത്, ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ എന്നിവരുടെ ജാമ്യ ഹർജിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഇതോടെ കേസിൽ റിമാൻഡിലുള്ള പ്രതികളുടെ എണ്ണം ഉയരുകയാണ്. ഇതുവരെ 26 CPM പ്രവർത്തകർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. ഇതിനു പുറമെ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതീവ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം വെറുമൊരു മർദ്ദനമല്ലെന്നും അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും കോടതി വ്യക്തമാക്കി. ഇത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് ഈ സംഭവത്തെ കാണുന്നതെന്നും മാധ്യമങ്ങളിലൂടെ പ്രതികളുടെ കുറ്റകൃത്യം രാജ്യം കണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പുറത്ത് നടന്നതല്ല. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നുവെന്ന് മാരകായുധങ്ങളുടെ ഉപയോഗം ചൂണ്ടിക്കാണിച്ച് കോടതി പറഞ്ഞു. ഇഷ്ടിക, കല്ല്, തടിക്കഷ്ണങ്ങൾ, ഇരുമ്പ് ദണ്ഡുകൾ തുടങ്ങിയവയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനുള്ളിൽ ഉള്ളപ്പോഴാണ് അതിക്രൂരമായ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്ക് പറ്റുകയും ഉദ്യോഗസ്ഥർ വലിയ മാനസിക വിഷമത്തിലൂടെ കടന്നുപോവുകയും ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മറ്റുള്ളവർക്ക് ഇത് പ്രോത്സാഹനമാകുമെന്നും കോടതി വ്യക്തമാക്കി. സംഭവം നടക്കുമ്പോൾ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നതിനാൽ അവർ ഡ്യൂട്ടിയിൽ ആയിരുന്നില്ല എന്നായിരുന്നു ജാമ്യ ഹർജിയിൽ പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. ആക്രമിക്കപ്പെട്ട വാഹനം EDയുടെ ഔദ്യോഗിക വാഹനമല്ലാത്തതിനാൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ശക്തമായ വാദങ്ങൾ കോടതി പൂർണ്ണമായി അംഗീകരിച്ചു. ഒരു ഓഫീസിൽ നിന്ന് റെയ്ഡിന് ഇറങ്ങുന്നത് മുതൽ തിരികെ ഓഫീസിൽ എത്തുന്നതുവരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കുറ്റമടക്കം നിലനിൽക്കും. ഏത് സ്ഥാപനമായാലും ഔദ്യോഗിക ആവശ്യത്തിനായി വാടകയ്ക്കെടുക്കുന്ന വാഹനം ആ സർക്കാരിന്റെ ഭാഗമായും പൊതുമുതലായും മാത്രമേ പരിഗണിക്കാൻ സാധിക്കൂ എന്ന നിരീക്ഷണത്തോടെയാണ് വാടക കാറുകൾ തകർത്തതിലെ പൊതുമുതൽ നശിപ്പിക്കൽ കുറ്റം കോടതി ശരിവച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണ വിജയനും താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതാണ് പ്രകോപനത്തിന് കാരണമായത്. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ അപ്രതീക്ഷിത പരിശോധന കഴിഞ്ഞ ED സംഘം വാഹനങ്ങളിൽ മടങ്ങാൻ തുടങ്ങിയതോടെ പുറത്ത് തടിച്ചുകൂടിയിരുന്ന CPM പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകളും അടിച്ചു തകർത്തു. കോടതിയുടെ കടുത്ത നിലപാടുകൾ പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. നിയമ നടപടികൾ കർശനമാകുന്നതോടെ തലസ്ഥാന നഗരിയിൽ രാഷ്ട്രീയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്.